നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL ഇന്നലെ GTയോട് CSK തോറ്റ കളിയിൽ സഞ്ജു സാംസണിന് വലിയ നേട്ടമുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം 15 പന്തിൽ നിന്ന് 2 ഫോറുകളുടെ സഹായത്തോടെ 11 റൺസ് മാത്രമാണ് എടുത്തത്. പക്ഷേ അതോടുകൂടി അദ്ദേഹം ഒരു വലിയ നാഴികക്കല്ല് പിന്നിട്ടിട്ടുണ്ടായിരുന്നു. IPL ചരിത്രത്തിൽ ഇതുവരെ 5000 റൺസ് തികച്ച താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ 10 പേരേ ഉള്ളൂ. 10ാമനായിട്ട് ഇപ്പോൾ സഞ്ജു ഇടം പിടിച്ചിരിക്കുകയാണ്. 19 വർഷക്കാലത്തെ IPL ചരിത്രമെടുത്താൽ 5000 റൺസ് IPLൽ തികച്ച 10 താരങ്ങൾ, അതിലൊരാൾ നമ്മുടെ സഞ്ജു സാംസണാണ്. ആ നാഴികക്കല്ല് ഇന്നലെ അദ്ദേഹം പിന്നിടുകയുണ്ടായി. അപ്പോൾ നമ്മൾ നോക്കുകയാണ് IPLൽ 5000-ന് മുകളിൽ റണ്ണടിച്ചത് ആരൊക്കെയാണ്. IPL ചരിത്രത്തിൽ ഏറ്റവും അധികം റൺസ് അടിച്ചിട്ടുള്ളത് വിരാട് കോഹ്ലിയാണ്. അദ്ദേഹം 274 മത്സരങ്ങളിൽ നിന്നായിട്ട് 8989 റൺസ് അടിച്ചിട്ടുണ്ട്. കോഹ്ലിയാണ് ഒന്നാമത്. രണ്ടാമത് രോഹിത് ശർമ്മയാണ്. 276 കളികളിൽ നിന്ന് അദ്ദേഹം 7183 റൺസ് അടിച്ചിട്ടുണ്ട്. മൂന്നാമത് ശിഖർ ധവാനാണ്. അദ്ദേഹം 222 കളികളിൽ നിന്ന് 6769 റൺസാണ് അടിച്ചിട്ടുള്ളത്. നാലാമത് ഡേവിഡ് വാർണറാണ്. 184 കളികളിൽ നിന്ന് 6565 റൺസ് അടിച്ചിട്ടുണ്ട്. അഞ്ചാമത് KL രാഹുലാണ്. 152 കളികളിൽ നിന്ന് 5579 റൺസാണ് രാഹുൽ അടിച്ചിട്ടുള്ളത്. ആറാമതാണ് സുരേഷ് റൈനയുള്ളത്. റൈന 205 കളികളിൽ നിന്ന് 5528 റൺസാണ് അടിച്ചിട്ടുള്ളത്. ഏഴാമതാണ് MS D ഉള്ളത്. MS ധോണി 278 കളികളിൽ നിന്ന് 5439 റൺസാണ് അടിച്ചത്. എട്ടാമത് അജിങ്ക്യ രഹാനെയാണ്. 206 കളികളിൽ നിന്ന് 5194 റൺസ് അടിച്ചിട്ടുണ്ട്. ഒമ്പതാമത് AB ഡിവില്ലേഴ്സാണ്. 184 കളികളിൽ നിന്ന് 5162 റൺസ് അടിച്ചു. പത്താമത് സഞ്ജു സാംസണാണ്. 185 കളികളിൽ നിന്ന് 5008 റൺസ് അദ്ദേഹം അടിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് പുറകിലാണ് ക്രിസ് ഗെയിൽ ഉള്ളത്. ക്രിസ് ഗെയിൽ പക്ഷേ 5000 റൺസ് തികച്ചിട്ടില്ല. 142 കളികളിൽ നിന്ന് 4965 റൺസ്. ചുരുക്കത്തിൽ IPL ചരിത്രത്തിൽ 5000 റൺസ് തികച്ചത് വെറും 10 താരങ്ങളേ ഉള്ളൂ. അതിൽ സഞ്ജു സാംസണും ഇതാ ഇടം പിടിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.